ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു പയൽ റീഡിംഗ് ആണ് എടുക്കുന്നത് കേട്ടോ. പയൽ റീഡിംഗ് ആണ്, 2 പയൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. അപ്പോ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അതോടൊപ്പം ഏഞ്ചൽ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോ 2 പയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ, വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോ ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഇത് കാണുന്നത്, നിങ്ങൾ കാണേണ്ട ടൈമിലാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ കാണേണ്ട ടൈമിൽ നിങ്ങൾക്കിത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നിങ്ങളത് കാണുക. ജെൻഡർലെസ് ആണ് കേട്ടോ, ആർക്ക് വേണേലും കാണാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇപ്പൊ 2 പയൽ വെച്ചിട്ടുണ്ട്. 2 പയലില് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്ന പയല് ഇതാണ്. ഒന്നാമത്തെ പയല് ഹാർട്ട് ഗാർഡിയൻ, നിങ്ങളുടെ ഹാർട്ടിന്റെ ഗാർഡിയൻ കേട്ടോ. ഹാർട്ട് ഗാർഡിയൻ. ഇത് ഗ്രേറ്റ് ടീച്ചർ. നിങ്ങൾക്ക് 2 കാണാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പയല് ഹാർട്ട് ഗാർഡിയൻ, രണ്ടാമത്തെ ഗ്രേറ്റ് ടീച്ചർ കേട്ടോ. അപ്പം ഇതാണ് ഹാർട്ട് ഗാർഡിയൻ, ഗ്രേറ്റ് ടീച്ചർ. അപ്പൊ നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അറിയാൻ വയ്യാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള പയൽ, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് ചൂസ് ചെയ്യാം. 2 നല്ലതാണ് കേട്ടോ, 2 നല്ല പയലാണ്. ഇതുണ്ട്, പ്രാവൊക്കെ ഉണ്ട്, നല്ല പയലാണ്. ഇത് തന്നെ. അപ്പോൾ 2 നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പയൽ. ഒന്നാമത്തെ പയൽ നിങ്ങൾ സെലക്ട് ചെയ്തവര് നിങ്ങളുടെ റീഡിംഗ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പയൽ നമുക്കൊന്ന് മാറ്റി വെക്കാമേ. അപ്പോ നമുക്ക് ഒന്നാമത്തെ പയല് സെലക്ട് ചെയ്തവരുടെ കാർഡ് എടുക്കാം. ഹാർട്ട് ഗാർഡിയൻ എന്താന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനാണ് പറയുന്നത് കേട്ടോ. ആ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ. നമ്മൾ നമ്മളെ സ്നേഹിക്കുക. ആരും ചെയ്യാത്തൊരു കാര്യമാണത് കേട്ടോ. നമ്മൾക്കൊക്കെ നമ്മളെ എല്ലാം സ്നേഹം, മറ്റാരെയൊക്കെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, മറ്റാരുടെയൊക്കെ പുറകെയാണ് നമ്മൾ നടക്കുന്നത്. ട്രാവലർ, മൂവ് ഇൻ എ ന്യൂ ഡയറക്ഷൻ. ഹണ്ടർ, ഒരു കാർഡാണോ അതോ 2 കാർഡാണോ? 2 കാർഡുണ്ട് കേട്ടോ. ഹണ്ടർ, ഹൈ പ്രീസ്റ്റസ്, ഇത് കാർഡ് എടുക്കും കുറച്ച് പാട്. സ്പ്രിംഗ്, ഭയങ്കര പാടാണ് ഈ കാർഡ് എടുക്കാനേ. ഇത് 2 കാർഡാണെന്ന് തോന്നുന്നു, ഒട്ടിയിരിക്കുന്നുണ്ട്. സമ്മർ, വിന്റർ. സമ്മറും വിന്റർ സ്പ്രിംഗ് എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഡ്രവിഡ്, ഹോൾഡ് ദ സ്പേസ്. ഇത് 2 ആണ് കേട്ടോ. എനിക്ക് എല്ലാം ഒരുമിച്ച് 2 കാർഡ് വരിക. സ്റ്റാർ ആൻസിസ്റ്റർ ആണ്. സ്റ്റാർ ആൻസിസ്റ്റർ, ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ. നിങ്ങളുടെ സോള് പറയുന്നത് കേൾക്കാനാ, നിങ്ങളുടെ സോളിന്റെ ശബ്ദം കേൾക്കാനാ പറയുന്നത്. നിങ്ങളുടെ സോളിനെ ഫോളോ ചെയ്ത് നിങ്ങളുടെ സോള് പറയുന്നത് കേൾക്കാനാണ് സ്റ്റാർ ആൻസിസ്റ്റർ പറയുന്നത് കേട്ടോ. കാണാമായിരിക്കും ഞാൻ വിചാരിക്കും നിങ്ങൾക്ക്. അപ്പൊ ഈ മെസ്സേജസിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഉപദേശങ്ങൾ തരുന്നതാണ്. ചിലർക്ക് ഒരു നല്ല നല്ല ഉപദേശങ്ങൾ ആവശ്യമുണ്ട് മുന്നോട്ട് പോവാനേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പൊ അത് മതി. ഈ കാർഡ് കുറച്ചെടുക്കാം. വിസ്ഡം കാർഡും കൂടെ നോക്കാം.
സ്പ്രിങ്, സമ്മർ, വിന്റർ എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ 4 വന്നിട്ടുണ്ട്, നമ്പേഴ്സ് ആണ്. 3 വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. 11 ആണ് നമ്പർ. 5 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4, 3, 5, 11. ബോട്ടം ഓഫ് ദ ഡെക്ക് കൂടി എടുത്തേക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് റീഡിങ്ങിൻ്റെത്. ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് ഹാർട്ട് ഗാർഡിയൻ ആണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഗാർഡിയൻ. ഗാർഡിയൻ പറയുവാണ്, ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലവ്ഡ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനാണ് പറയുന്നത്. അതായത് ഈ ഗാർഡിയൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്കാണ് വാല്യൂ കൊടുക്കേണ്ടത്, നിങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. സെൽഫ് ലവ് നമ്മൾക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സെൽഫ് ലവ്. പക്ഷെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് സ്വന്തം എന്താ പറയുക, അവനവനെ സ്വന്തമായി സ്നേഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾക്കാണ് ജീവിതത്തിൽ വിജയമുള്ളത് കേട്ടോ. അതൊന്നാമത് പറഞ്ഞേക്കാം. അതായത് നിങ്ങൾക്കൊരു സോളുണ്ട്, നിങ്ങളുടെ സ്വന്തം സോളുണ്ട്. ആ സോളിന് വാല്യൂ കൊടുക്കാതെ, ഒരു വിലയും കൊടുക്കാതെ, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ച് അവരെ ഫോളോ ചെയ്ത് അവരുടെ മാത്രം സന്തോഷം നിങ്ങൾക്ക് അവരുടെ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, കുട്ടികളാവാം. നിങ്ങൾ അവരുടെ മാത്രം കാര്യങ്ങൾ നോക്കി അവരുടെ സന്തോഷമാണ് മിക്കവരുടെയും സന്തോഷം. നിങ്ങൾക്ക് ഒരു വാല്യം കൊടുക്കാറില്ല, നിങ്ങളുടെ ശരീരത്തിന് ഒരു വാല്യം കൊടുക്കാറില്ല. എന്തെങ്കിലും രോഗം വന്നാൽ അത് ചികിത്സിക്കാറില്ല, അല്ലെ അതിനും മരുന്ന് വാങ്ങാറില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡ് കൊടുക്കാറില്ല, നല്ല വസ്ത്രം കൊടുക്കാറില്ല. അങ്ങനെ നിങ്ങളെ സ്നേഹിക്കാറില്ല, നിങ്ങൾക്ക് വേണ്ടതൊന്നും കൊടുക്കാറില്ല. നിങ്ങളൊന്നും മനസ്സിലാക്കണം, നിങ്ങൾക്കും ഒരു സോളുണ്ട്. ആ സോളിനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ആ സോളിന് വേണ്ടത് നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അല്ലെ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് ഒരുങ്ങി നടന്നാൽ മതിയായിരിക്കും. ഒരുപക്ഷെ ചിലർക്ക് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ നിസ്സാര കാര്യം, ചിലപ്പോൾ ഒന്ന് മൂക്കുത്തി ഇടുന്നത്, അല്ലെങ്കിൽ ഒന്ന് മേക്കാതെ ഇടുന്നത്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണെഴുതുന്നത്, അതൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെ അത് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അല്ലെങ്കിൽ നല്ല സാരി ഉടുക്കാൻ, അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതിലൂടെയൊക്കെ ഫോക്കസ് ചെയ്ത് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ഇഷ്ടം മാനിച്ച് നിങ്ങൾക്ക് അതൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് പലർക്കും വരാറില്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് കണ്ടെത്തി ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വാല്യൂ കൊടുക്കണം. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെക്കാൻ പാടില്ല. അത് പലർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ്. അതിപ്പം നിങ്ങളെ പോലുള്ള ഓരോരുത്തർ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ സോളിനും ഓരോ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ളതല്ല. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ എല്ലാ ആവശ്യങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നുണ്ട്. കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നുണ്ട്. നിങ്ങളുടെ ലവറിന്റെ പുറകെ പോയിട്ട് ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് പുറകെ ദാഹിച്ച് ഇങ്ങനെ പുറകെ പോവാണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ഫോളോ ചെയ്ത് പുറകെ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് ശല്യമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്യാതെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പുറകെ ഇങ്ങനെ പോവാതെ, നിങ്ങൾക്ക് അയാൾ എത്രത്തോളം വാല്യൂ തരുന്നു അതുപോലെ നിങ്ങൾ അയാൾക്ക് വാല്യൂ കൊടുക്കുക. അതുകൊണ്ട് അത് നിങ്ങളെയും കൂടെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ട വാല്യൂ നിങ്ങൾ കൊടുത്തിട്ട് വേണം ആ ഒരു വ്യക്തിയുടെ പുറകെ പോയി. അപ്പൊ ആ ഒരു വ്യക്തി, നിങ്ങളുടെ ലവറെ ഒന്ന് നോക്കൂ. അയാൾ നിങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം തരുന്നത്. നിങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം തരുന്നതെങ്കിൽ അയാൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ല, നിങ്ങളുടെ അടുത്തൊന്നും മാറി നിൽക്കില്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാതിരിക്കില്ല, നിങ്ങളെ കാണാതിരിക്കില്ല. അപ്പൊ അയാൾ വാല്യൂ കൊടുക്കുന്നത് എന്താണ്? അയാളുടെ സന്തോഷമാണ്, അയാളുടെ ഹാപ്പിനെസ്, അയാളുടെ കാര്യങ്ങൾ, അയാളുടെ പ്രശ്നങ്ങൾക്ക്, അയാളുടെ കാര്യങ്ങൾക്കാണ് അയാൾ വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ അവരുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്തു പോകണം. അപ്പൊ ഇവിടെ പറയുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് വാല്യൂ കൊടുക്കൂ എന്ന് നിങ്ങളുടെ ഹാർട്ട് ഗാർഡിയൻ ആണ് പറയുന്നത്.
അത്രത്തോളം വേദനിച്ചിട്ട് ആരുടെയൊക്കെയോ ഗാർഡിയൻ, ഹെർട്ട് ഗാർഡിയൻ അല്ലെങ്കിൽ ആരുടെയൊക്കെ ഗാർഡിയൻ ഏഞ്ചൽ അത്രത്തോളം വേദനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ ഫോളോ ചെയ്തു പോവാതെ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കൂ എന്ന് ആരോടൊക്കെ പറയണം. വളരെ സ്ട്രോങ് ആയിരിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിന്റെ പേരിലായിരിക്കാം നിങ്ങൾ വളരെ വേദനിച്ചിരിക്കുകയോ ഡിപ്രഷനിലായിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടും കൂടെ ആവാം ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ വേദനിച്ചിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വളരെയധികം നിങ്ങൾ ഏതോ കാര്യത്തിലൊക്കെ ഡിപ്രഷനാണ്, വേദനിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് അറിയിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ട് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ തളർന്നു പോവാതെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ നിങ്ങളുടെ ഏഞ്ചൽ, ഇതൊരു ഏഞ്ചലാണ്, ഏഞ്ചൽ മെസ്സേജ് ആണ് പറയുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസിനെയൊക്കെ നിങ്ങൾ മാറ്റി വെക്കാനാണ് പറയുന്നത്. പ്രോബ്ലംസിനെയൊക്കെ മാറ്റി വെക്കൂ, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഫോർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ മറക്കണം, ക്ഷമിക്കണം, പൊറുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിട്ട് കളയേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളയാൻ സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ട്രാവലർ, നിങ്ങളോട് ഇപ്പൊ നിങ്ങൾ ട്രാവലർ പറയുന്നത് ഈ ഒരു മെസ്സേജ് എന്തിനാന്ന് വെച്ചാല് മൂവ് ഇൻ എ ന്യൂ ഡയറക്ഷൻ. നിങ്ങളിപ്പോ എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മൂവ് ഇൻ എ ന്യൂ ഡയറക്ഷൻ, പുതിയൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ ആരിലെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഒരുപക്ഷെ നിങ്ങളൊരു ജോലിയിലാവാം, ആ ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും താമസ സ്ഥലത്ത് നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ആണ്, നിങ്ങൾ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാതെ നിങ്ങൾ ന്യൂ ഡയറക്ഷനിലേക്ക് മാറാൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് പെയിൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അവിടുന്ന് സന്തോഷം, നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട എന്ന്, അതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അത് വിട്ട് മറ്റൊരു ഡയറക്ഷനിലേക്ക് മാറാൻ പറയുന്നു, മറ്റൊരിടത്തേക്ക് പോവാൻ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് മൂവ് ചെയ്യൂ, മാറിപ്പോകും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു പ്രോബ്ലത്തിലായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ, ഏത് രീതിയിലായാലും, അപ്പൊ അവിടെ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ട്, അവരോടുള്ളൊരു മെസ്സേജാണ് നിങ്ങൾ മറ്റൊരു ഡയറക്ഷനിലേക്ക് മാറാൻ, മറ്റൊരിടത്തേക്ക് ആ നിൽക്കുന്നിടത്തുനിന്ന് നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഹണ്ടർ ആണ് പറയുന്നത്, വേട്ടക്കാരൻ, ഹണ്ടർ. ട്രാക്ക് ഡൗൺ യുവർ ഫിയേഴ്സ് ആൻഡ് ഡിസയർസ്. ഇത് പറയുന്നത് നിങ്ങളുടെ പേടിയും നിങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയാൻ പറയുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിൽ വളരെ ഫിയർഫുൾ ആയിട്ടിരിക്കുകയാണ്, വളരെയധികം ഭയപ്പെട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ. അതുപോലെ നിങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാനാണ് പറയുന്നത്. നിങ്ങളെ ഡൗൺ ആക്കിയിട്ടുണ്ട്, നിങ്ങളുടെ എന്തോ കാര്യത്തിന്റെ നിങ്ങൾ വളരെയധികം ഭയപ്പെട്ടിരിക്കുന്നു, അത് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട്, വളരെയധികം ദുഃഖത്തിലാണ്. അപ്പൊ നിങ്ങളുടെ എനർജി വളരെയധികം ഡൗൺ ആണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാനാണ് പറയുന്നത്. നിങ്ങളുടെ ആ പേടിയും ഭയവും ഒക്കെ നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആ പേടി നമ്മളെ മൊത്തത്തിൽ നശിപ്പിക്കും. അതുപോലെ നമ്മൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ദുഃഖമാണ്. സോ സ്ട്രോങ് ആയിട്ടിരിക്കുക, അതാണ് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അത് ആരോട് പറയുന്ന ഒരു മെസ്സേജ് ആണ് കേട്ടോ. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് ഒരു ഫെമിനിൻ എനർജി കാണിക്കുന്നുണ്ട്. ആരുടെയൊക്കെ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ലേഡീസിന്റെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് വരുന്നത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ്, നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് മൈൻഡിൽ വരുന്നത്. അതായത് ഹൈ പ്രീസ്റ്റസ് എനർജിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നു. അതായത് നിങ്ങൾ ഹൈ പ്രീസ്റ്റസ് എനർജിയിലുള്ള ഫെമിനിൻ എനർജിയുള്ള ആരൊക്കെയോ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാനുള്ള കഴിവുണ്ട്. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടും. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട്, നിങ്ങൾ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയിലുള്ള ഏതോ ലേഡീസ് ഫെമിനിൻ ലേഡീസിനോടാണ് പറയുന്നത്. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ
അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവരെ ഹീലാക്കാൻ അവരെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നവരെ പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ നെഗറ്റീവ് മൈൻഡിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവന്ന് അവരെ ചാർജ് ആക്കി എടുക്കാൻ പറ്റുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരിടത്ത് ഒരു ബിസിനസ് കുറെ നാൾ ചെയ്തിട്ട് ഒരു പുരോഗതിയില്ല, നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് കുറെ നാളായി നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് പണം മുടക്കിയിട്ടുണ്ടാവാം, ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രെയിനും പെയിനും എടുത്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് ഇല്ല. അപ്പൊ ഇവിടെ ധ്രുവിഡ് ഹോൾഡ് ദ സ്പേസ്. ഇപ്പൊ ധ്രുവിഡ് എന്ന ഈ ഒരു കാർഡ്, ഈ ഒരു മെസ്സേജ്, ഈ ഒരു ഏഞ്ചൽ മെസ്സേജ് എന്താന്ന് വെച്ചാല് നിങ്ങൾ അവിടെ തന്നെ നിൽക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ ഇട്ടിട്ട് പോവാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഒരുപാട് ഹാർഡ് വർക്ക് അവിടെ ഉണ്ട്, ഒരുപാട് ടൈം ഉണ്ട്, ഒരുപാട് പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റൂട്ട് അവിടെ ഒരുപാട് താഴേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ തന്നെ നിൽക്കൂ. നിങ്ങൾ ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കൂ, അവിടെ തന്നെ നിൽക്കൂ. നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചു തുടങ്ങും. നിങ്ങൾ അത് ഇട്ടിട്ട് പോവേണ്ട. നിങ്ങൾ കുറച്ചും കൂടെ ടൈം അതിനുവേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യൂ. നിങ്ങൾ കുറച്ചുകൂടെ ഒരു എഫേർട്ട് എടുക്കൂ. നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഒരു ബിസിനസ്സിൽ ഒരു പുരോഗതി ഇല്ലാതെ ഏതൊക്കെയോ ബിസിനസ്സുമായിട്ട് നിങ്ങൾ കഴിഞ്ഞു പോകുന്ന വ്യക്തികളുണ്ട്. വലിയ മെച്ചമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ കുറച്ചും കൂടെ അവിടെ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ചെയ്യാതെ കുറച്ചും കൂടെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക, ബിസിനസ്സിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ആണെങ്കിൽ പോലും നിങ്ങൾ ആ ജോലി ഇട്ടിട്ട് പോകരുത്. അവിടുന്ന് കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ ആ ബിസിനസ്സിലൂടെ തന്നെ നല്ലൊരു നിങ്ങളുടെ സമയത്തിന്റെ കൂടെ ആവാം. നിങ്ങളുടെ സമയം കുറച്ചും കൂടെ ചേഞ്ച് ആവാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന ഹാർഡ് വർക്കിനും എഫേർട്ടിനുമുള്ള പ്രതിഫലം ലഭിക്കും. നിങ്ങൾ അവിടുന്ന് മൂവ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതുപോലെ ജോലിയുടെ കാര്യത്തിലായാലും നിങ്ങൾ അവിടുന്ന് പോവാൻ വരട്ടെ. നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു ജോലി നിങ്ങളുടെ കയ്യിൽ ലഭിച്ചു, ആ ജോലി ലഭിച്ചെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ പഴയ ജോലി വിട്ടു പോവാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ചിലർക്കാണെങ്കിൽ നിങ്ങളുടെ ആ ജോലി തന്നെ തുടരുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് പ്രൊമോഷൻ ലഭിക്കുകയും പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ചും കൂടെ സാലറി കൂട്ടി കിട്ടാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളിപ്പോ എവിടാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കുറച്ചും കൂടെ അതിനു വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു മെച്ചവും കാണുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ഇതുകൊണ്ട് എനിക്ക് യാതൊരു മെച്ചവുമില്ല, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എത്രയോ എന്റെ വർഷങ്ങൾ പോയി, അല്ലെ എത്രയോ മാസങ്ങൾ പോയി, എനിക്ക് ഇവിടുന്ന് സന്തോഷം എന്ന് പറയുന്ന ഒന്നും കിട്ടുന്നേയില്ല, എനിക്ക് ഇവിടെ നഷ്ടങ്ങളേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. എന്തെങ്കിലും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എനിക്ക് എന്താണ് ഒരു വാല്യൂ ഇല്ല, ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം ചിലപ്പോൾ. പക്ഷെ നിങ്ങൾ അവിടെ കൊടുത്ത ക്ഷമയ്ക്കും നിങ്ങളുടെ ആ ഒരു അർപ്പണ മനോഭാവത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്ത എഫേർട്ടിനും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനിയാണ് പ്രതിഫലം ലഭിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചത് എല്ലാവരോടും ഉള്ളതല്ല. നിങ്ങൾക്ക് കാർമ്മിക്കാവുന്ന തോന്നുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾ ഉപേക്ഷിച്ച് പോകണം. അല്ല, ചില വ്യക്തികളോടാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എഫേർട്ട് എടുത്ത് അവിടേക്ക് ചെന്നത്, അത് നിങ്ങൾ രണ്ട് വ്യക്തികൾ ചേരുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഒരു ഇന്നർ ഗ്രോത്തിനാവാം, നിങ്ങളുടെ വളർച്ചയ്ക്കാവാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്കാവാം. അതിനുവേണ്ടി നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആക്കിയതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ മൂലം ഒരു വ്യക്തി, നിങ്ങൾ ഒരു മുന്നോട്ടേക്ക് എന്താണെന്ന് അറിയാതിരിക്കുന്ന ഒരു വ്യക്തി, ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ചെന്നപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു വ്യക്തി നിങ്ങളിപ്പോൾ കാണാനൊന്നും നിങ്ങളുടെ മുന്നിൽ ഇല്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ കണ്ട് മനസ്സിലാക്കി ആ ഒരു വ്യക്തിയുടെ മനസ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പൊ അവിടുന്ന് നിങ്ങൾക്കൊരു നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. നിങ്ങൾ നല്ലൊരു മാറ്റം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങളുടെ ലൈഫിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാവാം നിങ്ങൾ തമ്മിൽ ഒന്നിച്ചായത് അങ്ങനെ ചില വ്യക്തികളെ തമ്മിൽ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രോഫിറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങളിലും വേദനകളിലൂടെ പോയിരിക്കുന്നവര് ഒരുപക്ഷെ
ഇത് തനിച്ചായിരിക്കുന്ന ലേഡീസ് ഒക്കെ ആവാം ഒരുപക്ഷെ. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജി കൂടുതലായിട്ടും പറയുന്ന സിംഗിൾ മദർ അല്ലെങ്കിൽ തനിച്ചായിരിക്കുന്ന ലേഡീസ്, ഫെമിനിൻ എനർജികളാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു കണക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് കൊണ്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു വ്യക്തി ഒരുപക്ഷെ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആവാം. ആ ഒരു രീതിയിലും വേണം. ഫ്രണ്ട് ആയിരിക്കാം, ആ ഒരു ഫ്രണ്ട് ആവാം, അല്ലെ റിലേഷൻഷിപ്പ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു വ്യക്തിയെ ചേഞ്ച് ആക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി മൂലം ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചേഞ്ച് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും ഡാർക്ക് എനർജിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഒരു ഡാർക്ക് എനർജി കാണുന്നുണ്ട്. അപ്പൊ ഡാർക്ക് എനർജിയിൽ ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡിവൈൻ കണക്റ്റഡ് ആക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് കൊണ്ട്. അപ്പൊ നിങ്ങളുടെ സഹവാസം, നിങ്ങളുടെ ആ ഒരു നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കണക്ഷനിലൂടെ നിങ്ങൾക്ക് അവരെ ഒരുപക്ഷെ നിങ്ങൾ രണ്ട് ഡിസ്റ്റൻസിലുള്ളവരാവോ അടുത്തുള്ളവരായിരിക്കും, നിങ്ങൾ തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോ നിങ്ങൾ പക്ഷെ മാനസികമായിട്ടൊരു ആ ഒരു വ്യക്തിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടതായ മാനസികമായിട്ടുള്ള എല്ലാ ഗൈഡൻസും, ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വേണ്ടുന്ന എല്ലാ ഗൈഡൻസും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം അവിടെ കാണുന്നില്ലാത്തപ്പോൾ നിങ്ങൾ അവിടെ വളരെയധികം വേദനിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാൻ ആരോടൊക്കെ പറയുന്നുണ്ട്. അവിടെ ഒരു ചേഞ്ച് വരാൻ പോവാണ്. നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവാൻ പാടില്ല. ആ ഒരു വ്യക്തി കുറച്ചുകൂടെ ചേഞ്ച് ആവാനുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെന്ന് ആരോടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണേ. അതാണ് പറയുന്നത്. സ്റ്റാർ ആൻസിസ്റ്റർ, ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ. ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ. നിങ്ങളുടെ സോളിന്റെ സൗണ്ട്, അതായത് നിങ്ങളുടെ സോള് പറയുന്നത് കേൾക്കാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സ്റ്റാർ ആൻസിസ്റ്റർ പറയാണ് നിങ്ങളോട്, നിങ്ങളുടെ സോള് പറയുന്നത് കേൾക്കാൻ. ഞാൻ ഇത്ര നേരം പറഞ്ഞത് അതാണ്. അതായത് നിങ്ങളുടെ സോളിന്റെ ആവശ്യങ്ങൾ, നിങ്ങളുടെ സോൾ നിങ്ങളോട് ആഗ്രഹിക്കുന്ന, നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, സോളിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ, അത് നിങ്ങൾ ആ ഒരു ശബ്ദം, സോളിന്റെ ശബ്ദം, സോള് പറയുന്ന നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്തു പോകാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. സമ്മർ, വിന്റർ, സ്പ്രിങ്. സമ്മർ, വിന്റർ പറയുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ കാർഡിലും പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കൂ, നിങ്ങളുടെ സോള് പറയുന്നത് കേൾക്കൂ. ഇതൊക്കെ തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ കൂടുതൽ ആളുകളും സ്വന്തം കാര്യം നോക്കുന്നില്ല, മറ്റെവിടേക്കോ ആണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കൂടുതലും ഫെമിനിൻ എനർജിയിലുള്ളവരുടെയാണ്, സ്ത്രീകളുടെ ഒരു കാര്യമാണത്. സ്ത്രീകളോടാണ് ശരിക്കും ഈ കൂടുതൽ ഉപദേശങ്ങൾ തരുന്നത്. ഈ രണ്ട് കാർഡുകൾ പറയുന്നത് സീസൺ ആണ്. ഇത് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് റിസൾട്ട് വരാൻ പോകുന്നതാണ് പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ മാനിഫെസ്റ്റേഷൻ റിസൾട്ട് കിട്ടാൻ പോകുന്ന, നിങ്ങൾ വളരെയധികം തിളങ്ങാൻ പോകുന്നതായിട്ട് കാണും. നിങ്ങളുടെ ചിറക് വിടർത്തി നിങ്ങൾ പറക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സമാധാനവും വരുന്നുണ്ട്. ജോയ് ആൻഡ് ലൈറ്റ്. നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം വരുന്നു, സന്തോഷം വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിളങ്ങാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് വളർച്ച ഉണ്ടാകാൻ പോകുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ വളരെയധികം ഗ്രോത്ത് വരാൻ പോകുന്നുണ്ട്. വളരെ പെട്ടെന്ന്, വളരെ സഡൻ ആയിട്ട് എന്തൊക്കെയോ ചേഞ്ചസ് ആണ്. അതാണ് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചേഞ്ചസ് അല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് എന്തൊക്കെയോ ചേഞ്ചസ്, ഒരുപക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വഴിയിലൂടെ പണം വരാം. അങ്ങനെ എന്തോ നിങ്ങൾക്കൊരു വളരെയധികം സന്തോഷം അല്ലെങ്കിൽ ലൈറ്റ്, അതായത് നല്ല വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം പെട്ടെന്ന് ചില വെളിച്ചം വരാൻ പോകുന്നു. അത് നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടും സന്തോഷമായിട്ടും കാര്യങ്ങൾ നടക്കുമ്പോഴല്ലേ വെളിച്ചം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോഴാണല്ലോ നമ്മുടെ ലൈഫിൽ സന്തോഷവും വെളിച്ചമൊക്കെ വരുന്നത്. നമ്മൾ ഗ്രോ ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് ഗ്രോ ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നത്. അതൊക്കെയാണ് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഇനി എനിക്കിവിടെ ഇവിടെ ഈ ഒരു എനർജിയിൽ നിന്നിരുന്ന വ്യക്തികളോടൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ പേടി, അൺഫൗണ്ടഡ് ഫിയർ ആയിട്ടൊക്കെ ഒരുപാട് പ്രോബ്ലത്തിലൊക്കെ പോയിരിക്കുന്ന വ്യക്തികളോടാണ് ഈ പറഞ്ഞ നിങ്ങളുടെ പേടിയൊക്കെ മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു,
അപ്പോ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി മാറി ചിന്തിക്കാൻ പറയുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ ഫോർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് കാര്യങ്ങൾ വരണമെങ്കിലും അതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കും, ഒരു റീസൺ ഉണ്ടാക്കി. എവരിതിങ് ഹാപ്പൻ ഫോർ എ റീസൺ. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. യൂണിവേഴ്സിന് അല്ലെങ്കിൽ ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, ഏതൊരു അവസ്ഥയിലാണെങ്കിലും അതിനൊരു കാരണമുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും, ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരും കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ ചില ചേഞ്ചസ് ആണ് വരുന്നത്. ബ്ലെസ്സിങ്സ്, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട് പലരും. നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഗുഡ് ന്യൂസസ് വരുന്നുണ്ട്. അതിന്റെ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്, 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ലൈഫ് 3 മാസത്തിനുള്ളിൽ എന്തൊക്കെയോ സന്തോഷങ്ങൾ വരുന്നുണ്ട്. പുതിയ നിങ്ങൾക്ക് എന്തൊക്കെയോ നല്ല നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾ. സന്തോഷം, നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം നിറഞ്ഞ എന്തൊക്കെയോ ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ എൻഗേജ്മെന്റ് ആവാം, വെഡിങ് ആവാം, പ്രഗ്നൻസി ആവാം, നിങ്ങളുടെ ഗ്രാജുവേഷൻ, നിങ്ങളുടെ എക്സാം ഏതെങ്കിലും പാസ്സായതിന്റെ ആവാം, റിസൾട്ട് കിട്ടിയത്, നിങ്ങൾ വിദേശത്ത് പോകാൻ കഴിഞ്ഞതിന്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഫോർ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ എന്തെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആ നന്ദി, അതിന്റെ നന്ദി സൂചകമായിട്ടുള്ള ആഘോഷമാണ്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് എന്ത് വെച്ചാലും നിങ്ങൾക്കത് നന്ദി ഉണ്ടാവണം. ഏത് കാര്യമായാലും പ്രപഞ്ചത്തിന് നിങ്ങൾ ചെറുതായാലും വലുതായാലും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കൊടുക്കണം കേട്ടോ. നന്ദി ഉണ്ടാവണം നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു കാര്യത്തിനായാലും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും ഫാമിലിയും ഒക്കെ ആയിട്ട് സന്തോഷിക്കാൻ പോകുന്നതായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. ഒരുപക്ഷെ വിദേശത്തേക്കൊക്കെ പോകാനുള്ള യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി ആ യാത്രയ്ക്ക് തയ്യാറെടുത്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന്റെ സന്തോഷം കാണുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ അതിനുള്ള മെസ്സേജസ് ആണ് നിങ്ങളിലൂടെ ഇപ്പം തന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ്, ഒരുപാട് പേരുടെ ലൈഫ് സ്റ്റക്കായിരിപ്പുണ്ട്. എന്ത് ചെയ്യാൻ അറിയാതെ നെഗറ്റീവ് എനർജിയിൽ മുങ്ങി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള മെസ്സേജ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്ന നിങ്ങളുടെ വളരെ എക്സ്ട്രീം ആയിട്ട് വളരെ അധികം പണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഒരു 4 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് എനിക്കിവിടെ കാണാം. ഒരു റിച്ച് ലേഡിയുടെ എനർജിയെ കാണിക്കുന്നത്. റിച്ച് ലേഡി തന്നെയില്ല, റിച്ച് ജെൻസ് ആവാം കേട്ടോ. അപ്പം വളരെയധികം പണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് പണം വരുന്നു, ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ, നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് നല്ല എന്താ പറയുക നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം മെസ്സേജസും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് പല പല മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കേണ്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങളൊക്കെ വരുത്തുക. അപ്പം ഈ ഒരു പയലിന്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സെക്കൻഡ് പയലിന്റെ റീഡിംഗ് നോക്കാം കേട്ടോ. ക്രിയേറ്റ് ടീച്ചറാണ് സെക്കൻഡ് പയൽ. ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഗ്രേറ്റ് ടീച്ചർ, അതൊരു സ്പിരിച്വൽ ടീച്ചറാണ്. നിങ്ങളൊരു സ്പിരിച്വൽ ടീച്ചറാണെന്ന് തോന്നാരോ ഈ ഒരു പൈല് സെലക്ട് ചെയ്ത വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ടീച്ചർ ആവാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ആർക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നാല് കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. സ്കൈ ഫാദർ, സേജ്, ദ ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റി. ഇവിടെ വന്നിരിക്കുന്ന എയർ ഗാർഡിയൻ, ആനിമൽ ഗാർഡിയൻ, ഇതൊക്കെ വന്നിട്ട് 2 ഗാർഡിയന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൻസിസ്റ്റർ ഉണ്ട്, സ്കൈ ഫാദർ, ഈഗോ, നിങ്ങളുടെ ഈഗോയൊക്കെ കളയാനായിട്ട് പറയുന്നുണ്ട്.
കിങ് ആണ്. ബാലൻസ്, ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്ക് ഹെർമിറ്റ് കാർഡ്. നിങ്ങളോട് ചില വ്യക്തികളോട് പറയുന്നുണ്ട്, നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് ഇവിടെ. അവരോട് പറയുന്നുണ്ട് കൂടുതൽ നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുന്നുണ്ട്, പഠിക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നവരെ കാണുന്നുണ്ട്. കൂടുതൽ പഠിക്കുക, അതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് എനർജീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഒരുപക്ഷെ നിങ്ങൾ ടാരോ റീഡിംഗ് ആവാം, റേക്കി ആവാം, ജ്യോതിഷാവാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സന്യാസി അല്ലെ സന്യാസിനും ഒരു ലെവലിൽ പോകുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ആളുകൾക്കൊക്കെ ഉള്ള റീഡിംഗ് ആണ് ഇതെന്ന് തോന്നുന്നു. ഹെർമിറ്റ് എനർജിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ് ടീച്ചർ പോലെ തന്നെ ഹെർമിറ്റും വന്നിട്ടുണ്ട്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സന്യാസി അല്ലെ സന്യാസിനിയുടെ ഒരു എനർജി തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു സന്യാസിയെ കാണുന്നുമുണ്ട്, ഒരു സന്യാസിയുണ്ട്. അപ്പോ ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരു ദൈവികമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ കണക്ഷൻ ഇരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. മെഡിറ്റേഷൻ, നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് സ്വന്തം വെളിച്ചത്തിൽ തിളങ്ങാൻ കഴിയുന്നവരാണ്. സ്വന്തം വെളിച്ചം, ഈ ഒരു വ്യക്തി, ഈ ഒരു എനർജിയൊക്കെ സ്വന്തം വെളിച്ചത്തിൽ അവർക്ക് തിളങ്ങാനുള്ള ആ ഒരു വഴി, അല്ലെങ്കിൽ അവരുടെ വെളിച്ചം കാണിക്കാനുള്ള ഒരു വഴി അവർ തന്നെ തിരഞ്ഞെടുക്കുക. അവരിൽ കൂടെ തന്നെ അവരുടെ വഴി അവർ കണ്ടെത്തും. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അവരൊരു സ്പിരിച്വൽ മെന്റർ ആവാൻ, സ്പിരിച്വൽ ടീച്ചർ ആവാനൊക്കെ ഉള്ള സാധ്യതയുള്ള വ്യക്തികളുടെയൊക്കെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അവരിൽ തന്നെയാണ്. അവരുടെ ആ ഒരു അറിവ് കൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കാനും അതിലൂടെ മറ്റുള്ളവർക്ക്, ഒരുപാട് പേർക്ക് അവരുടെ അറിവ് കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വിതറാനും അവരുടെ ലൈഫിലേക്ക് തന്നെ ഒരുപാട് വെളിച്ചം നിറയ്ക്കാനും അവരുടെ വഴിയിൽ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള എനർജീസ് നിറച്ച് മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് കഴിയും. അവരിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും അവർ കണ്ടുപിടിക്കുകയാണ്. കാരണം അവർക്ക് ഈ ഒരു എനർജിയിലുള്ളവർക്ക് അറിയാം അവനവനിൽ തന്നെയാണ് എല്ലാം ഇരിക്കുന്നതെന്ന് അറിയാം. നമ്മളിൽ ഉള്ളിൽ തന്നെ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് ഈശ്വരൻ, നമ്മളിൽ തന്നെയാണ് ഈശ്വര ചൈതന്യം ഇരിക്കുന്നതെന്ന് ഹെർമിറ്റ് എനർജിയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു തരുന്നുണ്ട്. ചില വ്യക്തികൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയും നല്ല രീതിയിൽ ഡിവൈൻ കണക്റ്റഡ് ആയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനെ കണ്ടെത്താൻ എവിടേക്കും പോവേണ്ടതില്ല. ഈശ്വരൻ നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളിൽ തന്നെയാണ് ഈശ്വരന്റെ എനർജി ഇരിക്കുന്നത്. അതെന്ത്? ഈശ്വരൻ നമ്മളിൽ തന്നെയുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട് ഈശ്വരൻ. നമുക്ക് ആ ഒരു ഈശ്വരനിൽ കാണുന്ന ആ ഒരു ചൈതന്യം ഈ ഒരു എനർജിയിൽ ഇരിക്കുന്ന വ്യക്തികളിലും ഉണ്ടാവും, ഈ ഒരു ഓറ ഉണ്ടാവും. അപ്പോൾ ഈശ്വരന്മാരിൽ കാണുന്ന അല്ലെങ്കിൽ ദൈവങ്ങളിൽ കാണുന്ന ആ ഒരു ചൈതന്യം നിങ്ങളിലും ഉണ്ടാവും ഈ ഒരു എനർജിയിലുള്ള വ്യക്തികൾക്ക്. അപ്പൊ നിങ്ങളും ശരിക്കും ഈശ്വരന്റെ ഒരു പ്രതിരൂപമാണ്, പ്രതിപുരുഷനാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് അങ്ങനെയുള്ള ആരൊക്കെയുണ്ട് ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് അവരോടാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ കണ്ടത് മൊത്തം ഗ്രേറ്റ് ടീച്ചർ, ഹെർമിറ്റ്, സേജ് എന്നൊക്കെ പറയുന്ന ഒരു സന്യാസിനി ലെവലുള്ള എനർജീസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സാധ്യമാകാത്ത ഒരു കാര്യമില്ല. ഇതൊരു കാര്യം നിങ്ങൾക്ക് സാധ്യമാക്കും. നിങ്ങൾക്ക് പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. നിങ്ങളിൽ ഒരു മാജിക്കൽ പവർ തന്നെയുണ്ട്. അത് ഡിവൈൻ പവർ ആണത് കേട്ടോ. ഈ ഒരു എനർജിയിൽ ഇരിക്കുന്ന വ്യക്തികൾ, അപ്പൊ ഈ ഒരു എനർജിയിൽ ഇരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്കെതിരെ ആരെന്ത് ചെയ്താലും അത് അവരിലേക്ക് തന്നെ ചെന്ന് ചേരത്തേയുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളുടെ ദൈവമുണ്ട്, നിങ്ങൾ വിളിക്കുന്ന ആ ഒരു എനർജി ഉണ്ട്, ആ യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആ ഒരു എനർജിയിൽ ഇരിക്കുന്നത്, അതായത് നിങ്ങൾ ചില വ്യക്തികളോട് പറയുന്നതാണ് നിങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞിരിക്കുമ്പോൾ നിങ്ങളത് ദൈവത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുക, ദൈവത്തിനോട് കൂടുതൽ അടുത്ത് ദൈവവുമായി കണക്റ്റഡ് ആയിട്ട് ഇരുന്നാൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും.
നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കുന്ന ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ ഇവിടെയും പോയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇത് കെഞ്ചേണ്ട ആവശ്യമില്ല. ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ദൈവം തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മുന്നോട്ടേക്കുള്ള വഴി കാണിച്ചു തരും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തികൾക്കും ഭയമില്ല, ആരെയും ഭയമില്ല. കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് യൂണിവേഴ്സിന്റെ സംരക്ഷണമുണ്ട്, ഗാർഡിയൻ ഏഞ്ചൽസിന്റെ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് ദൈവത്തോടടുത്ത് നിന്നാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ പോകാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എയർ ഗാർഡിയൻ നിങ്ങളുടെ ഒരു മെസ്സേജ് പറയുന്നുണ്ട്. ഇവിടെ എയർ ഗാർഡിയൻ പറയുന്നത് നിങ്ങളുടെ റിയാലിറ്റി അനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ആവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിൽ നിന്ന് നിങ്ങൾ ചേഞ്ച് ആവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവാൻ, ഷിഫ്റ്റ് ആവാൻ പറയുന്നുണ്ട്. എയർ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ എയർ എലമെന്റ്സ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറയുന്നത്. എയർ ഗാർഡിയൻ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നിങ്ങൾ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുക, അത് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് അത് തീർച്ചയായിട്ടും വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിയാലിറ്റി എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ റിയാലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് അതിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സ് ചേഞ്ച് ആക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് ചേഞ്ച് ആക്കുക, നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ഇത് ആനിമൽ ഗാർഡിയൻ ആണ്. ആനിമൽ ഗാർഡിയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടാലന്റ് എന്താണോ അത് കണ്ടെത്തി വികസിപ്പിച്ചെടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ കഴിവ്, നിങ്ങളുടെ കഴിവ് എന്താണോ അതിനെ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ വികസിപ്പിച്ചെടുക്കാനാണ് ആനിമൽ ഗാർഡിയൻ പറയുന്നത്. സ്കൈ ഫാദർ, ട്രസ്റ്റ് ഇൻ ദി അൺനോൺ. വൈസ് ഗാർഡിയൻ, സ്കൈ ഫാദർ ഒക്കെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെയാണ് പറയുന്നത്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ മരിച്ചുപോയ ആളുകളിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ മെസ്സേജ് ആണ് സ്കൈ ഫാദർ ആൻഡ് വൈസ് വൺ. അതായത് ഇവര് നിങ്ങളുടെ മുതിർന്നവർ, അതായത് നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ മുതിർന്നവർ, അവര് നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ തരുന്നതാണ് ഇത് കേട്ടോ. അപ്പോ അവര് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആണ്. അവര് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവര് നിങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക കേട്ടോ. അപ്പൊ അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഓർത്ത് നിങ്ങൾ എപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, അല്ല അവരുടെ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ വിഷമ സമയത്തൊക്കെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഏതെങ്കിലും വഴിയിലൂടെ, ഏതെങ്കിലും രീതിയിൽ അവർ നിങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ തരും. ഏതെങ്കിലും വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ ഒക്കെ അവർ നിങ്ങൾക്ക് വേണ്ട മെസ്സേജസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഇപ്രാവശ്യം വാങ്ങിയ കാർഡ് ഇങ്ങനെ ഒരു കാർഡുകളൊക്കെയാണ്. എന്താണോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാർഡുകൾ എനിക്ക് വന്നെന്നറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാർഡ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കാർഡ് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തോ ദൈവത്തിന്റെ എന്തെങ്കിലും നിയോഗം ആയിരിക്കാം ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ എന്റെ കയ്യിൽ വന്നത്. എനിക്കത് അറിയില്ല എന്താണെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ പോകണമെന്ന് നിയോഗം ഉണ്ടായിരിക്കാം, എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫില് എന്റെ എന്താ പറയുക, ഈ ഒരു രീതിയിലൊക്കെ ഉള്ള ആളുകൾ എന്റെ ലൈഫിലുണ്ടായിരുന്നു. എന്റെ മുത്തച്ഛൻ ഒരു സന്യാസി രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കാം അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ എത്തിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ വന്നെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഒരു കഴിവുകളൊക്കെ ലഭിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു കാർഡുകളൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെയെന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ കിട്ടിയത് ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് പോവാൻ എന്തോ മാറി ഓരോരോ കാര്യങ്ങൾ എന്റെ മുന്നിലേക്ക് വരികയാണെന്ന് തോന്നുന്നു. എനിക്കത് അറിയില്ല, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്.
നിങ്ങളുടെ ആരുടെയൊക്കെ സമയം നല്ല സമയത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സഡൻ ആയിട്ടുള്ളത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസും പ്രോഗ്രസ്സും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ താമസം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, ഡിലേ ആയിരുന്നെങ്കിൽ അത് വളരെ സ്പീഡിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു എന്താ പറയുക, ഭാഗ്യം, അതായത് ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ടൈം ആയിട്ടുണ്ട്. നിങ്ങളുടെ സമയം ചേഞ്ച് ആവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പൊ ന്യൂ സ്റ്റാർട്ട്, ഡിലേ ആയിരുന്നതൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രസ്സിലേക്കാണ്, സഡൻ ആയിട്ടുള്ള അല്ലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ്സിലേക്ക് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ട്. പുതിയ വീട് വാങ്ങാൻ, പുതിയ വെഹിക്കിൾ വാങ്ങാനൊക്കെ പോകുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ പോകുന്നു, പുതിയ വീട് വാങ്ങാൻ പോകുന്നു. നിങ്ങൾ മാരേജിലേക്ക് വരാൻ പോകുന്നുണ്ട്, മാരേജ് കഴിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നൊക്കെ വരും. നിങ്ങളുടെ ലവ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലീഡർഷിപ്പിലുള്ള അല്ലെങ്കിൽ എന്താ ജോലി ലഭിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി നല്ല പൊസിഷനിലൊക്കെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ നല്ല രീതിയിൽ നിങ്ങൾ എന്താ പറയുക, നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാനൊക്കെ അറിയാവുന്ന, രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങാൻ പോകുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് പറയുന്ന ഇതാന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ വലിയ വിഷൻ കാണണം, നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണം എന്നാ പറയുന്നത്. നിങ്ങൾ ചെറിയ രീതിയിലല്ലാതെ വലിയ രീതിയിൽ സ്വപ്നം കാണണം. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. വലിയ വലിയ നിലയിലേക്ക് പോകാനായിട്ട് നിങ്ങളോട് പലരോടും പറയുന്നുണ്ട്. നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങളെയും ആരെയും ക്രിട്ടിസൈസ് ചെയ്യും, മറ്റുള്ളവരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എപ്പോഴും നല്ല വാല്യൂ കൊടുക്കണം കേട്ടോ. ഇവിടെ നിങ്ങളുടെ ആർക്കെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ ആ ഈഗോയിനെ നിങ്ങൾ മാറ്റിവെക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ വീട്ടിൽ ആരെയോടെങ്കിലും ആരെങ്കിലും ഒരു ഹസ്ബൻഡിനൊക്കെ വലുതായിട്ട് വൈഫിന് ജോലി ലഭിക്കും, ആ വലിയ പൊസിഷനൊക്കെ വൈഫ് ഇരിക്കുമ്പോൾ അവിടെ ഈഗോ വർക്കൗട്ട് ചെയ്യും. അപ്പൊ ആ ഒരു ഈഗോ നിങ്ങളുടെ മാറ്റിക്കളയാൻ പറയുന്നുണ്ട് കേട്ടോ. അത് വലിയ ദോഷം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ അഡിക്ഷൻ ആയിട്ടിരിക്കുന്നവരുണ്ട്, എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ, അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയാൻ ഇവിടെ ഏഞ്ചൽസ് പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ബാലൻസിൽ, അതായത് വളരെയധികം നല്ല രീതിയിൽ ബാലൻസിൽ വേണം ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചില എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചില കഴിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ്. ചില വ്യക്തികൾ സാധാരണക്കാരല്ല, എക്സ്ട്രാ ഓർഡിനറി ആണ് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല നല്ല ഐഡിയാസ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളിലുള്ള കഴിവുകൾ തന്നെ ആവാം, നിങ്ങൾ അത് വികസിപ്പിച്ചെടുത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ തിളങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് വലിയൊരു സക്സസ് വരുന്നുണ്ട്. നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സണായി മാറാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചിലരോട് പറയുന്നുണ്ട്, നിങ്ങളെ കുറച്ച് ക്ഷമ നിങ്ങൾക്ക് ആവശ്യമാണ്. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, കുറച്ചൊരു ഡിലേ ആണ്. അത് നിങ്ങളെ തന്നെ ഒരു സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറയും. നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്തിരിക്കുക. നിങ്ങളൊരു പേഷ്യൻസ്, ക്ഷമയോടുകൂടി ഇരിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരാത്തതിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാൻ, ബാലൻസ് വരുമ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ലൈഫ് ഒരു ബാലൻസിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയും കൂടെയാണ്. ആരൊക്കെയോ നല്ല രീതിയിൽ സാമ്പത്തികമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആരൊക്കെയോ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയിലേക്ക് മാറാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. സഡൻ ചേഞ്ച്, സഡൻ ആയിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ ലോട്ടറി ഒക്കെ അടിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണം വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ആ വസ്തു ഒക്കെ വിറ്റ് നിങ്ങൾക്ക് ഒരുപാട് പണം നിങ്ങളുടെ കൈയിലേക്ക് വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിലൂടെ നല്ല ലാഭം ലഭിക്കാം. അങ്ങനെ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജി വരുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളൊരു
പണക്കാരനാകാൻ പോകുന്ന ഒരു എനർജി ചിലർക്കൊക്കെ കാണുന്നത്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, ഭാഗ്യസമയമാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചില ചേഞ്ചസ് കേട്ടോ. ഇപ്പൊ ചിലർക്ക് മാരേജ് ആവാം, ഈ ഒരു ഓണക്കാലമാണ്, മാരേജിന്റെ സമയമാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ട്രൂ ലവിനെ, പ്യുവർ ലവിനെ കണ്ടെത്തി മാരേജിലേക്ക് എത്തുന്നുണ്ടാവാം. നിങ്ങളെ സോൾമേറ്റ് ആയിരുന്ന വ്യക്തികൾ മാരേജിലേക്ക് എത്തുന്ന നിങ്ങളുടെ ഒരു ഭാഗ്യ സമയമാവുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഈ തന്ന മെസ്സേജ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക, നിങ്ങളുടെ ലൈഫിന് വാല്യൂ കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണേ. നിങ്ങളിങ്ങനെ ഡൗൺ ആയി നെഗറ്റീവ് എനർജിയിൽ ഇരുന്നാൽ ലഭിക്കത്തില്ല. പോസിറ്റീവ് എനർജിയിൽ സന്തോഷമായിട്ട് ഇരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെറുത് ആഗ്രഹിക്കാതെ വലുത് തന്നെ ആഗ്രഹിക്കാനാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസും എല്ലാവരും തരുന്ന മെസ്സേജസ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആവണം. അപ്പൊ അതിന് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അത് മാറ്റിയെടുക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരാനായിട്ട് പോവാണ്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു വീല് കറങ്ങി നിങ്ങളുടെ സൗഭാഗ്യത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേഞ്ച് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ റിസൾട്ട് ആവാൻ പോവാണ് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എല്ലാം അടുത്തെത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ വരുത്താനാണ് പറയുന്നത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.